ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. ഞാൻ റീനു. ഇന്നലെ വാടിയ പൂവിന്റെ സങ്കടം ഇന്നെന്റെ മുട്ടായി വിരിയുമെന്നോർക്കുക. അതിനുള്ളിൽ ഒരു യുഗം നമുക്കായി ഉണരും, അവിടെ നാം വിതറും പുതിയ സുഗന്ധം. ഒത്തിരി പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കലെങ്കിലും പ്രണയിക്കണം, ആ പ്രണയത്തിന്റെ മധുരം അറിയണമെന്ന്. അങ്ങനെ ഒരു പ്രണയത്തിന്റെ എല്ലാം അറിഞ്ഞ ഒരു വ്യക്തി കൂടെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് റീനുവിന്റെ കൂടെ വന്നിട്ടുണ്ട്. അറിയാൻ ഒരു ആകാംക്ഷയില്ലേ? കുറച്ചു നേരം കൂടി അത് മനസ്സിലടക്കണം. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ എത്തിയിരിക്കുന്ന ഈ വ്യക്തിയുടെ പേരെന്താ? ഡെന്നിസ്. ഡെന്നിസിനെ കണ്ടാൽ അറിയാം, ഒരു നല്ല കാമുകൻ ആണ്, ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ്? ഒരു കാമുകനായിരുന്നു, ഇപ്പോഴും ആണ്. അതിലെവിടെയോ ഒരു വിഷാദ ഛായ ഉണ്ടല്ലോ. വിഷാദം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ. ആ പ്രണയം കൂടെ ഉണ്ടോ? പ്രണയം എന്റെ മനസ്സിൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടി വേറെ, ഡെന്നിസ് വേറെ. അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടായി ചിലപ്പോൾ തോന്നാം, പക്ഷെ മനസ്സിൽ ഇപ്പോഴും ഒന്ന് തന്നെയാണ്. എന്നോട് പറയാ, പ്രണയിച്ചിട്ടുള്ള ഒരാളല്ലേ ഡെന്നിസ് ശരിക്കും? സത്യത്തിൽ. വാട്ട് ഈസ് ലവ് ഫോർ ഡെന്നിസ്? ലവ് ഫോർ മീ. ശരിക്കും പ്രണയം എന്താണ് എന്ന് എനിക്കറിയില്ല, അറിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പ്രണയത്തിലായി കഴിഞ്ഞപ്പോഴാണ് പ്രണയം എന്താണെന്ന് മനസ്സിലായത്. അതിന് പ്രത്യേകിച്ച് ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അത് തെറ്റാണ്. എനിക്കങ്ങനെ പറയണത് താല്പര്യമില്ല. കാരണം വൺസ് ആ ഫീൽഡിലൂടെ കടന്നു പോയാലേ അതറിയാൻ പറ്റുള്ളൂ. ഓരോരുത്തരിലും പ്രണയം ഓരോരോ തരത്തിലാണ്. ഓക്കെ, ഡെന്നിസിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം പോസ്റ്റ് ചെയ്യണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഡെന്നിസ്. ഇവിടെ മാത്രം കണക്കിന് ലവ്. ഒരിക്കൽ പ്രണയിച്ചിട്ടുള്ള ആർക്കും പ്രണയത്തെ നിർവചിക്കാൻ കഴിയില്ല. കാരണം വാക്കുകൾ കൊണ്ട് ഒരിക്കലും നമുക്കൊരു പ്രണയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത് റീനുവിൻ്റെ അടുത്ത് പറഞ്ഞത് ഡെന്നിസ് ആണ്. എവിടെ വെച്ചിട്ടാണ് ഡെന്നിസിന്റെ പ്രണയകഥ തുടങ്ങുന്നത്? പ്രണയകഥ തുടങ്ങുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. ഞാൻ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോയി. അവിടെ പോയി ഒരു സെപ്റ്റംബർ 17 ആ ഡേറ്റിലാണ് ഞാൻ അവളെ കാണുന്നത്. നല്ല ഓർമ്മയാണല്ലോ. പിന്നെ മറക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് അപ്പോൾ ആ ഡേറ്റില് ഞാനിങ്ങനെ ക്ലാസ്സിലിരിക്കുകയാണ്. എൻ്റെ സെക്കൻഡ് ഡേ, അവളുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ സ്വാഭാവികമായും ആൺപിള്ളേരെ അപ്പുറത്തെ പെൺപിള്ളേരൊക്കെ നോക്കുമല്ലോ. മാത്രമല്ല വാതിലിലൂടെ ആരൊക്കെ കടന്നു വരുന്നു. തീർച്ചയായും അത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടികൾ വന്നു. അപ്പോൾ ഇവളിങ്ങനെ വന്നു, മിടുക്കിയാണ്, കാണാൻ മിടുക്കിയാണ്. കണ്ടപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഡിസ്കഷനായി, ഇവളെ ആരും നോക്കും. നമ്മുടെ തോമസ് കുട്ടിയും അപ്പുകുട്ടിനൊക്കെ കൂടി അവളെ നോക്കിയ പോലെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് അപ്പോൾ അവള് വന്നിരുന്നു. എന്റെ കൂട്ടുകാരത്തിമാരൊക്കെ പിന്നീട് പറഞ്ഞായിരുന്നു, കാരണം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ടാണ് അവളെ ഇരുത്തിയത് എന്ന് കുറെ പേര് പറഞ്ഞു. അപ്പൊ അവിടെ ഡെന്നിസ് കുട്ടിയാണ് വിജയിച്ചത്. അങ്ങനെയല്ല, എല്ലാരും നോക്കി. പക്ഷെ എനിക്കെന്തോ പ്രത്യേക രീതിയിൽ ചിലപ്പോൾ പറയില്ലേ ചിലരൊക്കെ, ഇപ്പോഴേക്കും ഞാനത് പറയുന്നത്, കാരണം ദൈവം നമ്മൾക്കായി വിധിച്ചു എന്നൊരു ഫീല് തോന്നത്തില്ല ഒരു പെണ്ണിനെ കാണുമ്പോൾ. പെണ്ണൊരു അത്ഭുതമാണ്, ഇവളാണ് എന്റെ മാലാഖ, എന്തോ അങ്ങനെ തോന്നി. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഈ പ്രണയ കഥയുടെ ബാക്കി അറിയാൻ താല്പര്യമില്ലേ? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതിനായിട്ട് കൂടെ ആയിരിക്കുക റീനുവിന്റെയും ഡെന്നിസിന്റെയും ഓൺ ക്ലബ് എഫ് എം. ഇവിടെ മാത്രം കണക്കിന് ലവ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ് എമ്മിൽ ഞാൻ ഡെന്നിസാണ്. ഇത്രയ്ക്ക് അഹങ്കാരോ? എൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നുള്ളൂ, ഞാൻ ഡെന്നിസ് ആണെന്ന്. ഞാൻ റീനു, എൻ്റെ കൂടെ ഡെന്നിസ്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന പുതിയതായിട്ട് വന്ന ആ കുട്ടിയെ ഡെന്നിസിന് ഇഷ്ടപ്പെട്ടു. കണ്ണുകൾ കൊണ്ട് അവളെ അവിടെ ഇരുത്തി. പിന്നെ എന്താ സംഭവിച്ചേ? പിന്നീടൊന്നും സംഭവിച്ചില്ല, കാരണം ക്ലാസ്സിലുള്ള ബാക്കി എല്ലാവരും ഇവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവളായിരുന്നു ക്ലാസ്സിലെ സുന്ദരി കുട്ടി. മിടുക്കിയായിരുന്നു, സുന്ദരിയായിരുന്നു. അപ്പോൾ ഒരു പാവം കുട്ടിയെ. അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കിയപ്പോൾ എനിക്കെന്തോ അത്ര നന്നായിട്ട് തോന്നിയില്ല, ഇഷ്ടപ്പെട്ടില്ല. ഉള്ളിലുള്ള ആ ഗ്രീൻ ആയിട്ട് മോൺസ്റ്റർ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഞാനപ്പോൾ വേണ്ടാന്ന് വെച്ചു, ഞാൻ നോക്കണ്ടെന്ന് വെച്ചു. എന്നാലും ഞാൻ അത്യാവശ്യം ടോക്കറ്റീവ് ആയതുകൊണ്ട് മറ്റുള്ളവരോടും കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ഇവളെ പോയിന്റ് ചെയ്ത് സംസാരിച്ചു. മാത്രമല്ല ഞാൻ ഇച്ചിരി സുന്ദരനായതുകൊണ്ട് അവൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. പിന്നെ ഒരു ദിവസം ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരു പാട്ട് പാടി, എത്രയോ ജന്മമെന്നുള്ളത് അറിഞ്ഞങ്ങ് പാടി മനസ്സിൽ നിന്ന്.
അതവിടെ കൊണ്ടുപോയെന്ന് തീർച്ചയായിരുന്നു. പക്ഷെ അവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമുക്ക് തലവേദനയൊക്കെ വന്നു. ഞാനൊരു വിക്സ് മിഠായി മേടിച്ചു കൊടുത്തു. സ്ഥിരം കൈ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഒരാളെ സഹായിക്കണം തോന്നിയിട്ടില്ല. എന്തോ എനിക്ക് അവളെ അങ്ങനെ ഇരിക്കണപ്പോൾ ഒരു വിക്സ് മിഠായി മേടിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു October 16th ഞങ്ങള് ഇഷ്ടത്തിലായി. ചോക്ലേറ്റ് മേടിച്ച് പ്രണയത്തിലായവരെ കണ്ടിട്ടുണ്ട്, പലതും കൊടുത്ത് പ്രണയത്തിലായവരെ കണ്ടിട്ടുണ്ട്. വിക്സ് ഗുളിക മേടിച്ചു കൊടുത്ത് പ്രണയത്തിലായ ആദ്യത്തെ കാമുകനാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ ആ പ്രണയ കഥയുടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുക. അതിനായിട്ട് ബി വിത്ത് മീ റീനു ആൻഡ് ദെൻ ഈസ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്.